ഹായ് ഫ്രണ്ട്സ്, ഞാൻ തോന്നിട്ടുള്ളത് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ലെൻസുകളിൽ സ്ക്രാച്ചസ് വീഴുന്നുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് പല ടിപ്സിലൂടെയും പല പ്രൊഡക്ട്സിലൂടെയും ഓവർകം ചെയ്യാൻ പറ്റും. ഇതിലെല്ലാവരുടെയും പോലെ തന്നെ ഞാനും ഒരു റെഫ്യൂസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ചസ് കാര്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞാൻ യൂസ് ചെയ്യുന്നൊരു ടിപ്പ് അല്ലെങ്കിൽ ഞങ്ങൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്ന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, നമ്മൾ സ്വന്തം ഡ്രസ്സ് അല്ലാതെ കുറച്ച് റഫായിട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ഈ സാധാരണ നോർമൽ ടവല് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ തുടയ്ക്കും. ഇത് തുടയ്ക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാത്തൊരു ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ലോണം പ്രസ് ചെയ്ത് തുടയ്ക്കും. അങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ സ്ക്രാച്ചസ് കാര്യങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും. അതൊരു 2 മാസം 3 മാസം കഴിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ ഒരു വിഷൻ ക്ലാരിറ്റി നഷ്ടപ്പെടും. നമ്മുടെ ഈ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫ്രെയിം ജസ്റ്റ് നമ്മൾ പൈപ്പിന് താഴെ അത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ തരുന്ന ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട്, ഇത് ഉപയോഗിച്ച് മാത്രം നമ്മൾ ഇത് ക്ലീൻ ചെയ്യുക. ഇത് ക്ലീൻ ചെയ്യുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. ഒരിക്കലും ഈ ഒരു ലെൻസ് വെച്ചിട്ട് ഈ ഒരു സ്റ്റൈലിൽ അങ്ങനെ റബ്ബ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് റാപ്പ് ചെയ്ത് പിടിക്കുക. നെക്സ്റ്റ് ഈ ഒരു സിംഗിൾ സൈഡിലേക്ക് മാത്രമായിട്ട് ക്ലീൻ ചെയ്ത് പോവാം. ഇതേ സെയിം സൈക്കിൾ തന്നെയാണ് നെക്സ്റ്റ് ലെൻസിൻ്റെ സൈഡിൽ കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് അങ്ങനെ പോവാം. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ യൂസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രെയിം ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ വെക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ വെക്കുക. പിന്നെ അതുപോലെ തന്നെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളെ ഷോപ്പിൽ നിന്ന് തരുന്ന ബോക്സുകളിൽ ഈ ഒരു ഫ്രെയിം ജസ്റ്റ് വെക്കുന്നു, ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ബേസിൻ്റെ അടിയിൽ കൊണ്ടുപോവുക, ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിൽ മാത്രം ക്ലീൻ ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോക്സിൽ മാത്രമായിട്ട് ആ ഒരു ഫ്രെയിം എടുത്ത് വെക്കുക. അങ്ങനെ നമുക്ക് കുറേ കാലം ലെൻസിൽ സ്ക്രാച്ച് വിടാതെ കൊണ്ടു നടക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിലോ ഡയറക്റ്റ് ഞങ്ങളുടെ ഷോപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്.